പൊട്ടിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കുക പട്ടത്തിന്? അതെ, ചിലപ്പോൾ അത് താഴെ വീഴും, അല്ലെങ്കിൽ മരത്തിൻ ചില്ലമേൽ ഉടക്കിക്കിടക്കും. അതുമല്ലെങ്കിൽ അത് പറന്ന് കാണാതെയാകും. ആ പട്ടം നിങ്ങളും ആ കുട്ടി മാതാപിതാക്കളും ടീച്ചേഴ്സുമായി സങ്കല്പിച്ചാൽ, ആ ബന്ധം പൊട്ടിച്ചെറിഞ്ഞാൽ നിങ്ങളും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴെ വീണാം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കുടുംബത്തെ ശിഥിലമാക്കി നിങ്ങളെ അതിൽ നിന്നും അടർത്തിയെടുക്കുവാനുള്ള സാത്താന്റെ പ്രലോഭനമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ട് തോന്നിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുടനീളം കെണികളൊരുക്കി കാത്തിരിക്കുന്ന ആ സാത്താൻ അവന്റെ ലോകം കെട്ടിയുയർത്തുവാൻ വെമ്പൽ കൊള്ളുന്ന ഈ അവസരത്തിൽ അതിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ചീത്തയാണ് എന്നാണോ അമ്മ പറയുന്നത്? എന്നല്ല, എത്രത്തോളം തന്നെ നല്ലതാണോ അത്രത്തോളം തന്നെ സാത്താന്റെ കെണികളുമുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നത് ഇന്നത്തെ നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണ്. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തമാകുന്ന പ്രായം എത്തുന്നത് വരെയെങ്കിലും മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങളിലൂടെ ആവണം നിങ്ങളുടെ ജീവിതം. സാത്താന്റെ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ കഴിയും അമ്മേ? അതിനാലാണ് എപ്പോഴും പറയാറുള്ളത്, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കാൻ. അതുകൊണ്ട് ശക്തവും സ്ഥിരതയുമുള്ള ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഒന്നായിത്തീരാം. അപ്പോൾ ദൈവവും പ്രാർത്ഥനയും എല്ലാം വേണമല്ലേ? അതേ മോളെ, ഇന്ന് നീ എന്നോട് പ്രാർത്ഥിച്ചില്ലേ ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മേ എന്ന്? അല്ലെങ്കിൽ ചിലപ്പോൾ സാത്താന്റെ പ്രലോഭനങ്ങളിൽ അവൻ ഉതകും തരത്തിൽ നിന്നെ മാറ്റുവാൻ മറ്റു പലരിലേക്ക് ആനയിച്ച് അവരാൽ നയിക്കപ്പെടാൻ പ്രേരിപ്പിച്ചേനെ. എത്ര വിഷമിച്ചിരുന്നാലും അമ്മയുടെ അടുത്തെത്തുമ്പോൾ ഒരു സംരക്ഷണ വലയത്തിൻ ഉള്ളിലെത്തുമ്പോൾ സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കുന്നു അമ്മേ. അത് ദൈവം നിന്റെ കൂടെയുള്ളത് കൊണ്ടാണ്. ദൈവമില്ലെന്നും ദൈവാരാധനയെ പുച്ഛിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് കരസ്പർശമുണ്ടെന്നും ദൈവശക്തി എന്തെന്നറിയാതെ ജീവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാകണം നമ്മളെല്ലാം. പിശാചിൻ പരീക്ഷയിൽ പേടിച്ചിരണ്ട് ഓടിയൊളിക്കുന്നവരെയല്ല, ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് യേശുവിന് സാക്ഷികളായി മാറുന്നവരായിരിക്കണം നാം. ഈ ജപമാല നിന്റെ ജീവിതത്തിൽ സാത്താന്റെ പ്രലോഭനങ്ങൾക്കെതിരെ പൊരുതുവാനുള്ള ഒരു ആയുധമായിരിക്കും. അമ്മേ, ഇനി ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടെന്നും എൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ഉതകും വിധത്തിൽ വളരും, അതായിരിക്കും എൻ്റെ ലക്ഷ്യം. എൻ്റെ മകളല്ലേ, എൻ്റെ മകനോടൊപ്പം എൻ്റെ ചാരത്തിരിക്കാൻ മോഹിച്ചവളല്ലേ നീ? ആ പാട്ട് ഒന്നും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പാടാമോ?